ബാർ ഉടമ അനിമോനുമായി ബന്ധമുള്ള CPM നേതാവ് ആരെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പ്രതിപക്ഷത്തുള്ളവർക്ക് ഒരു സഹായവും ആർക്കും ചെയ്തു നൽകാൻ സാധിക്കില്ല. ബാർകോഡ് ആരോപണവുമായി തൻ്റെ മകനെ ഒരു ബന്ധവുമില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഇവർ പറയുന്നത് പോലെ ഒരു ബാറിലും എൻ്റെ മോന് ഒരു അംഗത്വമില്ല, ഒരു അഡ്മിനുമല്ല, അവനതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി എന്നുള്ളത് സത്യമാണ്. അതിപ്പോൾ നമുക്ക് അതാണ് യാഥാർത്ഥ്യം. അതിന് വെറുതെ ആക്ഷേപമൊക്കെ പറയുകയാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആളുകളെ തമസ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണിയാണ്. അനിമോനുമായിട്ട് ബന്ധമുള്ള ആളുകളുണ്ടോ CPM-ൽ ഒന്ന് തിരക്കിയാൽ മതി. അല്ല, തിരക്കിൽ ഇവിടെയുണ്ട്, ഈ ലൊക്കേഷനിലുണ്ടല്ലോ, അതൊന്ന് തിരക്കിയാൽ മതി. കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ ബാർകോഴ വിവാദം കോട്ടയത്ത് സജീവ ചർച്ചയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോട്ടയത്തേക്ക് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ എത്തുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ അർജുൻ രാധാകൃഷ്ണൻ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെതിരെയുള്ള ആക്ഷേപമാണ് വലിയ രീതിയിൽ CPM ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുള്ള കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹവും അംഗമായിരുന്നു എന്നുള്ളൊരു ഒരു നിരീക്ഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നു. ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുന്നു ചോദ്യം ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് തിരുവഞ്ചൂരിനെതിരെയും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഇതിനെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് CPM പോകുന്നത്. ഇന്നലെ തിരുവഞ്ചൂരിന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് വരെ നടന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ഒപ്പം തന്നെ നമ്മളോടും ഇക്കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനിമോനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി CPM-ന്റെ സംസ്ഥാന സമിതിയിൽ തന്നെയുണ്ട്. അദ്ദേഹം കോട്ടയത്ത് നിന്നുള്ള ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടി വിശദമായിട്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടപ്പോഴും അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അതായത് സംസ്ഥാന സമിതിയിൽ തന്നെയുള്ള ഒരു അംഗവുമായി ഈ അനിമോന് വളരെ അടുത്ത ബന്ധമുണ്ട്. അതായത് അനിമോന്റെ സഹോദരിയെ കെട്ടിയിരിക്കുന്നത് ആരാണെന്ന് അന്വേഷിച്ചാൽ അറിയാമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അത്തരത്തിൽ ഒരു പ്രത്യാരോപണങ്ങൾ ഈ ബാർകോഴ കേസുമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ CPM എന്തിനാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? ഈ ബാർ ഉടമകളെ, ഹോട്ടൽ ഉടമകളെ ഒന്നും സഹായിക്കാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യഥാർത്ഥ വസ്തുത വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വസ്തുത, ഈ ഓഡിയോ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്നാൽ അതല്ല, എന്താണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ആരോപണത്തെ അതേ നാണയത്തിൽ തന്നെ ചെറുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് UDF-ഉം എത്തിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.